ഹലോ, എന്തുവാ? ആ പറയടാ, എന്താ വിശേഷം? പ്രത്യേകിച്ച് ഒന്നുമില്ലടി. അനക്ക് റിയേ വിളിക്കാൻ പറ്റുക വല്ലതും ചെയ്തിരുന്നോ? എന്തേ താൻ അങ്ങനെ ചോദിച്ചത്? ഒന്നുമില്ലടി, ഓൾക്ക് 2 ദിവസമായിട്ടേ വിളിച്ചിട്ട് കിട്ടണില്ല. ഫോണ് സ്വിച്ച് ഓഫ് എന്നാ പറയണത്. എങ്കിലും മറ്റാർക്ക് വിളിച്ചില്ലെങ്കിലും നിനക്ക് വിളിക്കാതിരിക്കില്ലല്ലോ, നിങ്ങൾ അത്രയ്ക്ക് ക്ലോസ് അല്ലേ? അറിഞ്ഞൂടാ, ഇനി ഫോൺ എങ്ങാനേ കംപ്ലൈന്റ് ആയതാണോന്നും അറിയില്ലല്ലോ. അല്ലാതെ ഇപ്പൊ 2 ദിവസം ഇപ്പൊ ഫോൺ ഇങ്ങനെ സ്വിച്ച് ഓഫ് ആക്കി വെക്കൂലല്ലോ. ആ, മിക്കവാറും അങ്ങനെ വല്ലതും ആകും. സാധാരണ 2-3 തവണ ഒക്കെ മെസ്സേജ് അയക്കലും വിളിക്കലൊക്കെ ചെയ്യുന്ന ആളാണ്. പെട്ടെന്നൊന്ന് ഇതില്ലാതായപ്പോഴേ ഒരു ടെൻഷൻ പോലെ. എൻ്റെ അടുത്തേ ആള് വീട്ടിലെ മറ്റാരെങ്കിലും നമ്പർ എല്ലാം ഉണ്ടാ? നിന്റെ അടുത്തില്ലെങ്കിൽ പിന്നെ എൻ്റെ അടുത്താണോ ഉണ്ടാവുക അവളുടെ വീട്ടുകാരുടെ നമ്പർ? ഇനിയിപ്പോ എന്താ ചെയ്യാ? കാര്യം എന്താന്ന് അറിയാന്നുണ്ടെങ്കില് ഇങ്ങനെ ടെൻഷൻ ആവേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒരു കാര്യം ചെയ്യ്, തൽക്കാലം നീ ഫോൺ വെച്ചോ, ഞാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ. ഓക്കേടി, എന്തേലും വീരം കിട്ടുകയെന്നുണ്ടെങ്കില് അപ്പൊ തന്നെ വീരം അറിയിക്കണേ. ഓക്കെ. ഇതെങ്ങോട്ട് വിളിച്ചിട്ടുണ്ടല്ലോ. ഹലോ. അമ്മായി വിളിച്ചിരുന്നാ? ഞാൻ കുളിക്കായിരുന്നു. ഞാൻ അനക്ക് വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടേ എൻ്റെ ഉമ്മാക്ക് വിളിച്ചാൽ നിൽക്കായിരുന്നു. അപ്പോഴാണ് എൻ്റെ വിളി വന്നത്. ഞാനായിട്ട് വിളിക്കാൻ നിൽക്കായിരുന്നു. പെണ്ണ് കണ്ട് 2 കൂട്ടർക്ക് ഇഷ്ടമായ സ്ഥിതിക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കണ്ടേ? പെണ്ണ് കണ്ട് വന്നതിൻ്റെ ശേഷം അനക്ക് ഇരിക്കപ്പുറത്ത് കിട്ടണില്ലേ ജാനുവോ? ഒന്ന് പോ അമ്മായി, എനിക്കധികം ലീവൊന്നും ഇല്ലാത്ത. കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡാക്കണല്ലേ നല്ലത്. അമ്മായി എന്നെ മക്കാറാക്കാൻ പറഞ്ഞടച്ചക്ക. അല്ലേലും ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് തന്നെ അമ്മായിയും വിളിച്ചത്. ഇതിപ്പോൾ ഏകദേശം ഈ മാസം ഇവിടെ തീരാനായി തുടങ്ങിയില്ലേ. നമുക്ക് അടുത്ത മാസം ഒരു 26-ാം തീയതി, 27-ാം തീയതി, 28-ാം തീയതി, അങ്ങനെ 3 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസത്തിലുണ്ടാക്കിയാലാ? 28, 26 ഒന്നും ഞമ്മക്ക് പ്രശ്നമില്ല. ഡേറ്റ് ഉറപ്പിച്ചാല് 2 ദിവസത്തിനുള്ളിൽ കാക്ക ഇങ്ങോട്ട് വരും. ഞാൻ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. മറ്റുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ദിവസം കണ്ടു കഴിഞ്ഞാൽ പിന്നെ കല്യാണം വിളിച്ചലും തുണിയും കുപ്പായം ഉണ്ടാക്കലും ഒക്കെ തന്നെയല്ലേ. അതൊക്കെ ഇനി ചടപടാച്ചിട്ട് എൻ്റെ തീർക്കേണ്ടി വരൂ. അതിനാണ്ടുള്ള ദിവസം തന്നെയല്ലേ ഇപ്പം നമ്മളെ മുന്നിലുള്ളൂ. അതല്ല അമ്മയ്യേ, അത് വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്കറിയാല ജസിത്താത്താനെ കെട്ടിക്കൊണ്ടിരുമ്പോ കാക്കാക്ക് കിട്ടിയതൊക്കെ. അവിടെ പറയേ, ഇപ്പോഴല്ലേ അമ്മായിക്ക് കാര്യം പിടിയിട്ടിയത്. ഇജി പറഞ്ഞു തരുന്നതേ പെണ്ണിന്റെ പേരേന്ന് നമുക്ക് കിട്ടാനുള്ള ശ്രീധനത്തിന്റെയും പണ്ടത്തിന്റെയും കാര്യമാണാ. ഈ കല്യാണം കഴിഞ്ഞിട്ട് വേണം എനിക്ക് പുതിയൊരു ബിസിനസ് ഒക്കെ തുടങ്ങാൻ. കാര്യങ്ങള് നല്ലൊരു പുളിക്കൊമ്പാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ കല്യാണത്തിന് തന്നെ ഒരുങ്ങിയത്. കൊമ്പിന്റെ കാര്യത്തിലൊന്നും ഒരു വേജാറും വേണ്ട. അങ്ങനെ ഇങ്ങനെയുള്ള ചുള്ളിക്കൊമ്പ് നോക്കിയിട്ടൊന്നോ അമ്മായി എനിക്കൊരു കാര്യം കൊണ്ടൂലെന്ന് എനിക്കറിയാലോ. പിന്നെ ഇജി പറഞ്ഞ പോലെ ഇപ്പോഴത്തെ കാലത്തെ നമുക്ക് എത്ര പണ്ടം തരിക മുതൽ തരിക എന്നൊക്കെ കയറിയിട്ട് ഒരു പെരക്കാരോട് അങ്ങോട്ട് ചോദിക്കാൻ പറ്റൂല ചെക്ക. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഒറ്റ കാരണം മതി നല്ലൊരു കാര്യം ഇല്ലാണ്ടാവാൻ. അത് വേണം എനിക്ക്. പിന്നെപ്പോ എന്താ കിട്ടാന്നെങ്ങനെ അറിയാം? ചോദിക്കാണ്ടിരുന്നിട്ട് വെറും കൈയോടെ പെണ്ണിനെ അങ്ങോട്ട് പറഞ്ഞയച്ചാലോ? 2 വർഷം പെണ്ണിനെ പഠിപ്പിക്കാനുള്ളതും കൂടി, അതും കൂടി എന്റെ പെരടിയിലാവാൻ പാടില്ലേ? ആ കാര്യം ആലോചിച്ചിട്ടൊന്നു ഇജ് വേജാറാവണ്ടേ. ആരിസിന്റെ കല്യാണ സമയത്തെ ഓൻ്റെ പെണ്ണുങ്ങളെ കജ്ജിലും കാലിലും മേത്തൊക്കെ ആയിട്ട് 19 പവനാ കെട്ടിങ്ങാണ്ട് വന്നിരുന്നത്. അന്നത്തെ കല്യാണം തന്നെ എന്തോന്ന് പിടിച്ച കല്യാണമായിരുന്നെന്നറിയോ? അന്ന് ആ കാര്യങ്ങളൊക്കെ അത്ര ആർഭാടാക്കി ആക്കി വെച്ച് തന്നെ ഈ പെണ്ണിൻ്റെ വാപ്പയാണ്. പെങ്ങൾക്ക് അന്നത്തെ സമയത്ത് 80 പവൻ കൊടുക്കാൻ പാകണ്ടെന്നുണ്ടെങ്കിൽ മകൾക്ക് ഇപ്പോൾ ഒരു 100എങ്കിലും കൊടുക്കാണ്ടിരിക്കുമോ? അപ്പൊ 100 പവൻ കിട്ടുമെന്ന് അമ്മായിക്ക് ഉറപ്പല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 പവന്റെ വള ഞാൻ അമ്മായിക്ക് വാങ്ങിത്തരാം. അത് പിന്നെ ഈ അമ്മായിക്ക് അറിഞ്ഞൂടെ? അല്ലെങ്കിൽ അമ്മായിയുടെ കുട്ടിക്ക് ഉരുത്തള്ളോനാ. അതുകൊണ്ടാണല്ല ഇങ്ങനൊരു കാര്യം അമ്മായിയുടെ കണ്ണിൽ പെട്ടപ്പോൾ അമ്മായിക്ക് ആദ്യം എൻ്റെ കാര്യം ഓർമ്മ വന്നത്. അല്ലെങ്കിൽ അപ്പം നമ്മളെ കുടുംബത്തിൽ വേറെ ചെക്കന്മാരില്ലാഞ്ഞിട്ടാ. ഈ ഒരു കാര്യം അനക്കെന്നെ നടത്തി തരാൻ വേണ്ടിയിട്ടല്ലേ അമ്മായി ഇപ്പം ഇങ്ങനെ ഓടിപ്പറഞ്ഞത്. എന്തായാലും ഈ കല്യാണം കഴിഞ്ഞാൽ നല്ലൊരു തുക എൻ്റെ കജ്ജിലാവും. അതുപോരെ എനിക്ക്. അപ്പൊ കാര്യമായിട്ട് തടയുന്നുള്ളത് ഉറപ്പാണല്ലോ?
തടഞ്ഞു തന്നെ കൂട്ടിക്ക കുട്ടിയച്ചി. പിന്നെ അങ്ങനെ ഇങ്ങനെയുള്ള കൂട്ടക്കാരെല്ലാം എനിക്കും അറിയണതല്ലേ. കാലം ചെറുപ്പത്തിൽ തുടങ്ങിയതാ ഈ പെണ്ണിൻ്റെ വാപ്പ പ്രവാസിയായിട്ടേ ദുബായിൽ തന്നെ കൂടിയിട്ട്. ഇപ്പം കജ്ജിലേ നല്ലോണം മുതലായപ്പോഴാ നാട്ടിൽ കൂടിക്കണത്. ഇപ്പം നാട്ടിൽ ഏതാണ്ട് കച്ചവട കാര്യങ്ങളൊക്കെ അതും ഇട്ടിക്കണ്. പിന്നെ കുടുംബത്തിലുള്ള ആകെ ഒരു പെൺകുട്ടിയാണ്, അതും അറിയാലോ എനിക്ക്. അതുകൊണ്ട് എല്ലാവരും വക നല്ലോണം കിട്ടാണ്ടിരിക്കൂല. ആ അതും നേരാണ്. അങ്ങനെ അമ്മായിക്ക് ഉറപ്പുണ്ടെങ്കിലേ എന്നാ പിന്നെ ചോദിക്കാനൊന്നും നിൽക്കണ്ട, ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. ഇന്നാ പിന്നെ അധികം നീ കാര്യത്തിനെ പറ്റിയിട്ട് അങ്ങോട്ട് ചോദിച്ചാനും പറയാനൊന്നും നിൽക്കണ്ട. നമുക്ക് അടുത്ത മാസം ഒരു 28-ാം തീയതി തീരുമാനിച്ച ഇജ് നാനെൻ്റെ കാരണവരോട് കാര്യങ്ങളൊക്കെ കണ്ട് പറഞ്ഞാളെ. എന്നിട്ടേ വേഗം അടുത്തുള്ള പരിപാടികൾ എന്തൊക്കെ അച്ഛനെ നോക്കിക്കോളി. ഓക്കെ അമ്മായ, നിങ്ങളേ അവർക്കൊന്ന് വിളിച്ചു പറഞ്ഞാളേ. അതൊക്കെ മട്ടത്തിന് അമ്മായി ചെയ്തോളാം. നിങ്ങളവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളിട്ടാ. ഞാൻ ഓൾക്ക് വേഗം ഒന്നിട്ട് വിളിച്ചറിയട്ടെ. ശരി എന്നാല്. ശരി എന്നാല്. 100 പവന് 100 പവൻ കിട്ടി. ഞാൻ ആരായി? തൊള്ളയിലെ വെള്ളം കുറച്ച് പറ്റിയാലെന്താ, കജ്ജും കാലും നനയാണ്ട് ഒരു പവൻ്റെ വള കജ്ജിലാവുള്ള പണിയായ അത്രേ ഉള്ളൂ. ഞാനേ എൻ്റെ കുട്ടീൻ്റെ കാര്യത്തില് ഈ തീരുമാനം ഒരു എടുത്തുചാട്ടം ആയോ? ഒന്നുമല്ല, ഈ കല്യാണക്കാരൻ പറഞ്ഞതിന് ശേഷം ഇജ്ജ് ശ്രദ്ധിച്ചോ, എൻ്റെ കുട്ടീൻ്റെ കണ്ണും മോറൊന്നും ഒരു തെളിച്ചല്ലേ, പയ്യതുപോലുള്ളൊരു ഉസാറ് ഇല്ല അവൾക്ക്. എന്തോ എൻ്റെ മനസ്സില് ഒരു സമാധാനക്കേട്. സൽമാക്ക, ഇത് വെള്ളം നിറഞ്ഞോണ്. ഇവിടെ ഒന്നുമല്ലേ, എന്തത്ര ആലോചിച്ച് നിക്കണത്? ഞാൻ എന്തോ ആലോചിച്ചങ്ങ് നിന്ന് പോയതാ. അല്ല, റിയ എണീറ്റിട്ടില്ലേ? ഇന്ന് കോളേജില്ലേ? അതാ പറഞ്ഞ പോലെ ഓൾക്കൊന്ന് കോളേജ് ഉണ്ടാവൂലല്ലേ. ഈ ചോറിനുള്ള വെള്ളം ഒന്ന് അടുപ്പത്ത് വെക്കട്ടാ, ഞാൻ ഓളെ വിളിക്കട്ടെ. നീക്കാൻ മറന്നിട്ടുണ്ടാവും. ഈ സൽമാതാകിന് എന്തേ പറ്റി? കുറേ ദിവസമായിട്ട് ഇപ്പൊ അതേ ആലോചന തന്നെയാണല്ലോ. പ്രിയക്കുണ്ട് എന്തൊക്കെയോ മാറ്റം. പ്രിയ, ഇജ് നീട്ടിക്കണ. ഞാൻ എന്നുവെച്ചാൽ ഉണർന്നിട്ടില്ല വിചാരിച്ചിട്ട് കയറി വന്നതാ. കോളേജിൽ എനിക്ക് സമയമായി തുടങ്ങിയല്ലോ. ഞാനിന്ന് പോണില്ലമ്മ. പോണില്ലെന്നോ? അതെന്തേ? ഒന്നുമില്ല, ഇമ്മ പോയിക്കോ, ഞാൻ കുറച്ചേരം കൂടി കെടുക്കട്ടെ. അപ്പം ഇജ്ജ് പോണില്ലാന്ന് കാര്യമായിട്ട് പറയുന്നേ? അതെന്തെന്ന് പഠിപ്പില്ലേ? അതിൻ്റെ പരീക്ഷ ആവാറായി തുടങ്ങിയില്ലേ? അപ്പം എന്തേ ഇപ്പോൾ ഇന്ന് പോണ്ട വെച്ച്? ഒന്നുമില്ലാന്ന് പറഞ്ഞില്ല എൻ്റെ അമ്മ. നിങ്ങളൊന്നാണ് പോയിക്കാണ്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് വരാം. ഇജെന്തിനാ ഒച്ച ഉണ്ടാക്കണില്ല? ഞാൻ എന്നോട് പോണില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് കാരണമില്ലേ ചോദിച്ചോളൂ. ഞാൻ എന്തമ്മാനോട് പറയണ്ട്? ഇമ്മ ഈ ഫോണ് കണ്ടോ? 2-3 ദിവസമായി ഞാനിത് ഓഫാക്കി വെച്ച് നിൽക്കണം. ഞാനിന്ന് കോളേജിൽ പോവുകയാണെങ്കിൽ തന്നെ അമ്മാൻ്റെ അജിക്കാൻ്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കുക? അവരോടൊക്കെ ഞാൻ എന്താ പറയാ? ഇമ്മനൊന്ന് പറഞ്ഞതാ. ഇമ്മയുടെ കുട്ടിയുടെ സങ്കടം എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടില്ല. പക്ഷേങ്കിൽ ഇപ്പം എനിക്ക് അതിനേക്കായൊക്കെ വലുത് എൻ്റെ അപ്പാൻ്റെ ആരോഗ്യ ആയുസ്സുമാണ്. നിൽക്കും വലുത് അതൊക്കെ തന്നെയമ്മ. എൻ്റെ ഉപ്പാനോളം വലുതല്ല നിൽക്ക് മറ്റൊന്നും. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ കല്യാണത്തിന് സമ്മതം മൂളി തന്നെ. പക്ഷെ എനിക്കൊന്നും ഓക്കെ ആവാൻ പറ്റണില്ല അമ്മ. എൻ്റെ അവസ്ഥ ഇമ്മക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല.
ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഇജിപ്പോൾ എത്ര ദിവസം പോകാണ്ടിരിക്കുക? ഇതൊക്കെ ഇപ്പോൾ എന്നായാലും ഓലൊക്കെ അറിയേണ്ട കാര്യങ്ങൾ തന്നെയല്ലേ. ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും അനക്ക് തുടർന്ന് അവിടുന്ന് പഠിക്കാൻ പോകേണ്ടതല്ലേ. അതുകൊണ്ട് ഇമ്മാടെ കുട്ടി ഇനിയിപ്പോൾ ഓരോന്ന് ആലോചിച്ചിരുന്നിട്ട് ബേജാറുണ്ടാക്കണ്ടേ. കുളിച്ചിട്ടേ പോവാൻ നോക്ക്. ഞാനിന്ന് പോണില്ല ഉമ്മ. ഇമ്മ താഴത്തൊക്കെ പോയിക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് വന്നോളാം. കാര്യങ്ങളൊക്കെ ഇമ്മാൻ്റെ കുട്ടിയും കൂടി അറിഞ്ഞങ്ങാണ്ടല്ലേ നമ്മൾ കാര്യങ്ങളൊക്കെ എവിടെയും വരെ എത്തിച്ചത്. ഇഞ്ഞിച്ച് അതും ഇതും പറഞ്ഞിട്ട് ഇന്നെ ഇടങ്ങറാക്കല്ലേ. ആരും ബുദ്ധിമുട്ടിക്കാൻ ഇടങ്ങറാക്കാനൊന്നും പറഞ്ഞതല്ലമ്മ. പക്ഷേ കോളേജിൽ പോയി കഴിയുമ്പോൾ ഓലൊക്കെ എങ്ങനെ ഫേസ് ചെയ്യാമെന്ന് ഓർക്കുമ്പോൾ എനിക്ക് പറ്റണില്ല. ഇമ്മയുടെ കുട്ടിക്ക് ആ കുട്ടിനോട് കാര്യങ്ങൾ പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ നമ്പർ ഇങ്ങോട്ട് കാട്ട്, ഇമ്മ വിളിച്ച് പറഞ്ഞോളാം. ഇമ്മക്ക് എന്താ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവാത്തത്? ഇമ്മ ആർക്കും വിളിക്കും വേണ്ട, ഒന്നും പറയും വേണ്ട. തൽക്കാലം ഒന്ന് താഴത്തേക്ക് പോകുമോ? ഞാനിട്ട് വന്നോളാം. ശബ്ദം ഉണ്ടാക്കലിൻ്റെ റിയ. അല്ലെങ്കിലോ ഇപ്പാക്ക് ഇന്നലെ എന്തൊക്കെയാ എൻ്റെ കാര്യത്തിൽ ചെറിയ സംശയങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്. ആ പാവ അതൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറിയാലോ പിന്നെ എന്താ ഉണ്ടാവുക എന്നുള്ളത്. ഇന്നലെ ഇപ്പം എന്നോട് ചോദിച്ചേ ഉള്ളൂ, റിയക്ക് പെണ്ണ് കണ്ട് പോയതിന് ശേഷം പഴയ കളിയും ചിരി ഉഷാറൊന്നും കാണാനില്ലല്ലോ, ഓൾക്ക് ഈ കല്യാണത്തിന് ശരിക്കും ഇഷ്ടം തന്നെയല്ലേ സെൽമോ എന്നൊക്കെ. ഒരു വിധത്തിലാണ് ഞാൻ അപ്പാനെ കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ഒന്ന് കിടന്നിട്ടുള്ളത്. വെറുതെ ആ മനുഷ്യനെ ഇടങ്ങറാക്കല്ലേ. ഇല്ലമ്മ, ഞാൻ കാരണം ആർക്കും ഒരു ഇടങ്ങറും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് തന്നെ. പക്ഷെ പെണ്ണ് കാണൽ കഴിഞ്ഞതിന് ശേഷം എനിക്ക് എൻ്റെ മനസ്സിന് എന്തൊക്കെ പോലെ തോന്നുക. ഞാനത് എങ്ങനെ ഉമ്മാനോട് പറയാ? ഇമ്മാടെ കുട്ടിനെ ഒന്നും തന്നെ പറയണ്ട. ഈ കല്യാണം നടക്കാൻ പോണ സന്തോഷത്തിലാണ് എൻ്റെ ഒപ്പോ. അതിൻ്റെ ഇടക്ക് ഇജി ഇങ്ങനെ മുണ്ടാണ്ടേ ക്ലാസ്സിന് പോവാണ്ടേക്ക് ഒതുങ്ങി കൂടുന്ന കാണുമ്പോൾ ഇപ്പാക്ക് ഉണ്ടാകുന്ന ഇടങ്ങറ് എത്രത്തോളാന്ന് എനിക്കറിയാലോ. എൻ്റെ മനസ്സൊന്ന് വേദനിച്ചാലോ മുഖമൊന്ന് വാടിയാലോ ആ മനുഷ്യനത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് ഇന്നലെ രാത്രിയോടെ എനിക്ക് ബോധ്യമായിട്ടുള്ള കാര്യമാണ്. ഇജിങ്ങനെ റൂമിൻ്റെ ഉള്ളിൽ ഒതുങ്ങി കൂടുമ്പോൾ ഇപ്പാക്ക് എൻ്റെ കാര്യത്തിൽ കൂടുതൽ സംശയങ്ങൾ തോന്നിയുള്ളൂ. അതിപ്പോൾ എൻ്റെ ആരോഗ്യത്തിനെ വല്ലാണ്ട് ബാധിക്കുറിയ. അതുകൊണ്ട് ഇമ്മയുടെ കുട്ടി ഇപ്പാക്ക് വേണ്ടിയിട്ടെങ്കിലും ഒന്ന് കളിച്ച് ചിരിച്ച് സന്തോഷത്തിൽ നടക്ക്. ഞാൻ ആരെ ഇടങ്ങറാക്കാൻ വേണ്ടി പറയല്ലോ അമ്മ. എനിക്ക് സ്വയം ഓക്കെ ആവാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ മാറ്റിയെടുത്തോളാം എന്നെ. ഇമ്മ കുറച്ച് സമയം തനിക്ക്. എന്തിൻ്റെ ആർക്കും മനസ്സിലാവാത്തത്? എൻ്റെ അവസ്ഥ ഉമ്മാക്ക് മനസ്സിലാവാഞ്ഞിട്ടോ അറിയാഞ്ഞിട്ടോ ഒന്നുമില്ല. ഇപ്പാടെ അവസ്ഥേൻ്റെ മുന്നിൽ എനിക്കിപ്പോൾ ഇത് കണ്ടില്ല എന്ന് വെക്കാനേ പറ്റുള്ളൂ. എൻ്റെ ഉപ്പാക്ക് വേണ്ടി ഞാൻ എങ്ങനെ വേണമെങ്കിലും നടന്നോളാം അമ്മ. എൻ്റെ കാരണം കൊണ്ട് എൻ്റെ ഉപ്പാൻ്റെ മനസ്സ് വേദനിക്കരുത്, അത് മാത്രമേ എനിക്കുള്ളൂ. ഇമ്മ പറയും പോലെ ഇപ്പാക്ക് സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. എൻ്റെ ഉപ്പാൻ്റെ സന്തോഷം തന്നെ എനിക്ക് വലുത്. അത് കേട്ടാൽ മതി ഇമ്മാക്ക്. അന്നെപ്പോലത്തൊരു മോളെ കിട്ടിയത് ഇമ്മാൻ്റെ ഭാഗ്യമെന്ന് ഇമ്മാക്ക് ശരിക്കും അറിയാം. പഠിച്ചവൻ്റെ കുട്ടിക്ക് നല്ലത് മാത്രമേ എടുത്തുള്ളൂ. ഇമ്മ കരയില്ല. ഞാൻ കാരണം നിങ്ങൾ ആരും സന്തോഷം സമാധാനം ഒന്നുമില്ലാണ്ടാവൂല. ഇപ്പാക്ക് സംശയം തോന്നുന്ന ഒരു കാര്യങ്ങളും ഞാനിനി ചെയ്യൂല. ഇന്ന് ഞാൻ എന്താ കോളേജിൽ പോവാത്തെന്ന് ചോദിച്ചാൽ കോളേജിൽ എന്തൊരു പ്രോഗ്രാമാണ്, ഞാൻ വീട്ടിലിരുന്ന് പഠിക്കുകയാണെന്ന് അമ്മ പറഞ്ഞാൽ മതി. നാളെ തൊട്ട് ഞാൻ ആദ്യത്തെ പോലെ കോളേജിൽ പോവും വരികയൊക്കെ ചെയ്തോളാം. ഇന്ന് അമ്മയുടെ കുട്ടി കണ്ണു മുഖമൊക്കെ കഴുകിട്ടേ ചായ കുടിക്കാൻ താഴത്തേക്ക് വായോ. ഇപ്പാനോട് ഇന്ന് എനിക്ക് കോളേജിൽ പരിപാടിയാണ്, ഇവിടെ ഇരുന്ന് പഠിക്കണം എന്നൊക്കെ അങ്ങനെ തന്നെ അമ്മ പറഞ്ഞോളാം.
എന്താ സൽമത്ത? ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്താണ് നിങ്ങളെല്ലാവരും പെരുന്നാൾ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞെന്ന് വിചാരിക്കണം. നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഞാനും പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞ് ഇപ്പോൾ ദാ ഉമ്മാൻ്റെ വീട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നിട്ട് വീട്ടിലായിട്ട് ഉമ്മയുടെ ഇടത്തഞ്ചത്തികളൊക്കെ വീട്ടിലേക്ക് വിരുന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടിയും ചേർന്നിട്ട് ഞങ്ങളിന്ന് ഇപ്രാവശ്യത്തെ പെരുന്നാൾ ആകെ ഒരുമാതിരി ഡെസ്പായിട്ടുള്ളൊരു പെരുന്നാളായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും കൂടി വന്നപ്പോൾ 2-3 ദിവസം എങ്ങനെ കഴിഞ്ഞെന്ന് അറിഞ്ഞു കേട്ടാ. അപ്പോൾ എന്തായാലും ഞങ്ങളെ അതുപോലെ നിങ്ങളെ പെരുന്നാൾ വിശേഷം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. എല്ലാവരും വിരുന്നും കാര്യങ്ങളൊക്കെ പോയിരുന്നോ, എല്ലാവരും വീട്ടിൽ തന്നെ തിരിച്ചെത്തിയോ എന്നുള്ള വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. കൂടെ നമ്മൾ പെരുന്നാളിൽ പറഞ്ഞ നമ്മളെ റിയയുടെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളും കൂടിയും കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് അധികം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം എല്ലാവരും ഇന്നലെ വൈകുന്നേരം പോയത്. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ കുറച്ച് ആളൊഴിഞ്ഞപ്പോൾ ഒരു പറമ്പ് പോലെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്നിങ്ങനെ കുറച്ച് കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ എടുത്ത കുറച്ച് സീനുകളാണ് നമ്മളിപ്പോൾ ഇന്നത്തെ എപ്പിസോഡായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുക എന്നുള്ളവരാണ് വെച്ചാൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കട്ടെ. കാരണം നമ്മുടെ ചാനൽ ഏകദേശം ഇപ്പോൾ 2 ലക്ഷത്തിൽ ആവാറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2 ലക്ഷം ആയി കഴിഞ്ഞാൽ നമ്മളൊരു ഗിവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഇപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വെച്ചാൽ അത് ചെയ്ത് വെക്കുക, അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ എന്തായാലും അതിൻ്റെ കൂടെ തന്നെ നമ്മളിതാ പെരുന്നാളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർക്ക് ഞാൻ കുറേ ഓഫറിൻ്റെ കാര്യങ്ങൾ പെരുന്നാൾ സമയത്ത് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓഫർ കഴിയാത്ത കുറച്ച് പ്രൊഡക്റ്റുകളും കൂടി ഞങ്ങൾക്ക് കാണിച്ചു തരാം. സബാമൈഡിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ ഉണ്ടല്ലോ, FPF 50 വരുന്ന ഒരു സൺസ്ക്രീനാണ് ഇത്. ഇപ്പോൾ നല്ല ഓഫർ റേറ്റിൽ കിട്ടുന്നുണ്ട്. ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാൻ, വേണ്ടവരാണെങ്കിൽ വാങ്ങിക്കട്ടെ. അതുപോലെ തന്നെ ഇത് വരുന്നത് നമ്മൾ സ്ഥിരം കാണിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്, ഫേസ് കാനഡയുടെ സ്റ്റോപ്പ് ക്രീം ഇട്ടാം. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്നൊക്കെ ഒരു ഗെറ്റ് റെഡിയൊക്കെ എന്താ പറയുക, പെട്ടെന്ന് ഒരു റെഡി ആയിട്ട് പുറത്തൊക്കെ പോവുക, കോളേജിൽ പോകാനൊക്കെ ആവശ്യം വരികയാണെന്ന് വെച്ചാലൊക്കെ നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു ക്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതും ഇപ്പോൾ അഫോർഡബിൾ റേറ്റിന് നമുക്കിപ്പോൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ താരൻ്റെയും മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ തലയിലുള്ളവർക്കാണെങ്കിൽ ഈ ഒരു ഷാമ്പു, മാമാഅർത്തിൻ്റെ ഈ ഒരു ഷാമ്പു നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ വേണ്ടവരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. കൂടെ ഇപ്പോൾ ചൂട് കത്തി കയറിയും കൊണ്ട് നിൽക്കുകയാണ്. ഇത് ഞാൻ സ്ഥിരം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കണ്ടാൽ അറിയാൻ പറ്റില്ല ഇതിൻ്റെ കോല എന്താണെന്നുള്ളത്. അപ്പോൾ ഏകദേശം ഇത് കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഞാനും ഈ ഓഫറിൽ ഇതൊന്നും കൂടി ഓർഡർ ചെയ്യാൻ വേണ്ടി പോവാണ്. കൂടെ നിങ്ങൾക്ക് ഈ ചൂടിൽ നിന്ന് ഫേസിന് ഒരു കൂൾ പ്രൊട്ടക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാം. ഓക്കെ, ഇതും ഓഫർ റേറ്റിൽ ഇപ്പോൾ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഈ ഒരു കാജലാണ്. അപ്പോൾ ഈ ഒരു കാജലും ഇപ്പോൾ ഓഫർ റേറ്റിൽ കിട്ടുന്നുണ്ട്. മക്കൾ സ്കൂളിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലീനും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റുകളൊക്കെ നല്ല ഓഫറിൽ കിട്ടുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വേണ്ടവരാണെന്നുണ്ടെങ്കിൽ ഓഫർ റേറ്റിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ. കൂടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് റിയയുടെ അടുത്ത ഒരു നിർണായക എപ്പിസോഡായിട്ട് നമുക്ക് അടുത്ത തവണ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാം.